കഴിഞ്ഞ 2 ദിവസമായി അദ്ദേഹത്തിന്റെ വാക്കുകളും അദ്ദേഹത്തിന്റെ ചലനങ്ങളും ചേഷ്ടകളുമെല്ലാം വല്ലാതെ അസ്വസ്ഥത പുറത്ത് പ്രകടിപ്പിക്കുന്ന രീതിയിലാണ്. ഇന്നലെ അദ്ദേഹം ബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനം നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അദ്ദേഹത്തിന്റെ മുഖത്തെ എക്സ്പ്രഷനൊക്കെ കാണുന്ന സമയത്ത് എന്തോ ഒരു ഉൾഭയം വി ഡി സതീശൻ ഉള്ളതുപോലെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഹൃദയവേദനയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാനുള്ള തീരുമാനമെടുത്തത് എന്നാണ്. അപ്പൊ ഇത്രകാലം ഹൃദയത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് വി ഡി സതീശൻ സമ്മതിച്ചല്ലോ. ഹൃദയവേദന ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തിയോടാണുള്ളത്. പക്ഷെ എന്താ ഈ ഹൃദയവേദന ലൈംഗിക പീഡനത്തിനിരയായി നിർബന്ധിതമായ ഗർഭഛിദ്രത്തിന് വിധേയമായി മാനസിക നില തെറ്റിയ രീതിയിൽ പൊതുസമൂഹത്തോട് തങ്ങളുടെ വേവലാതികളും വേദനകളും വിളിച്ചു പറഞ്ഞ പെൺകുട്ടികളോട് എന്തേ വി ഡി സതീശന്റെ ഹൃദയവേദന പ്രകടിപ്പിക്കാൻ കഴിയാതെ പോയി? സ്വന്തം മകളെപ്പോലെ കരുതുന്ന ഒരാൾ പരാതി പറഞ്ഞു എന്നാണല്ലോ വി ഡി സതീശൻ പറഞ്ഞത്. അങ്ങനെ സ്വന്തം മകളെപ്പോലെ കരുതുന്ന ഒരാളുടെ ഹൃദയവേദനയിൽ പങ്കാളിയാകാൻ എന്നേ വി ഡി സതീശന് കഴിഞ്ഞില്ല. അപ്പൊ ആ കുട്ടികളൊന്നും ഹൃദയത്തിലില്ലേ? ആ പരാതികൾ കേൾക്കുന്ന സമയത്തൊന്നും വി ഡി സതീശന് ഹൃദയവേദന ഉണ്ടായില്ലേ? അപ്പൊ ഒന്നിനു പിറകെ ഒന്നായി പരാതികൾ വന്നപ്പോ പരാതിക്കാരികളോടല്ല വി ഡി സതീശന് മമതയുണ്ടായത്. ആ പരാതി കേൾക്കുമ്പോഴല്ല വി ഡി സതീശന് ഹൃദയവേദന ഉണ്ടായത്. ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തിയെ പുറത്താക്കുന്ന സമയത്താണ് ഹൃദയവേദന ഉണ്ടായത് എന്ന് പറഞ്ഞാൽ വി ഡി സതീശന്റെ ഹൃദയം ഇപ്പോഴും ആരോടൊപ്പമാണ് എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള ചോദ്യം. എന്തിനാണ് ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി വി ഡി സതീശൻ വെപ്രാളപ്പെടുന്നത് മനസ്സിലാക്കുന്നില്ല. കോൺഗ്രസിലെ മറ്റൊരു നേതാക്കന്മാർക്കും ഇല്ലാത്ത വെപ്രാളം എന്തിനാണ് പ്രതിപക്ഷ നേതാവിന് മാത്രം? എന്തിനാണ് പ്രതിപക്ഷ നേതാവ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി സ്വയം പരിഹാസ്യനാകാൻ വേണ്ടി ശ്രമിക്കുന്നത്? അങ്ങനെ സ്വയം പരിഹാസ്യനാകാൻ ശ്രമിച്ചതിന്റെ ബാക്കി പത്രമാണല്ലോ ഇന്ന് രാവിലെ പുറത്തു വന്നിട്ടുള്ള വാർത്ത. ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി നേരത്തെ കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളൊരു പരാതി, ഒരു സിവിൽ തർക്കം, അത് കോടതി വിചാരണ പോലീസ് കേസന്വേഷിച്ചു, കോടതി വിചാരണ പൂർത്തിയായി, ഒരു തെളിവുമില്ലാതെ കോടതി തള്ളിക്കളഞ്ഞൊരു കേസ്. കോടതി തള്ളിക്കളഞ്ഞതിന് ശേഷം അപ്പീൽ പോകാൻ പോലും ബന്ധപ്പെട്ട കക്ഷികൾ തയ്യാറാകാത്തൊരു കേസ്. 2015 തെരഞ്ഞെടുപ്പിലും 2020 തെരഞ്ഞെടുപ്പിലും 2024 തെരഞ്ഞെടുപ്പിലും പാലക്കാട് പ്രതിപക്ഷ പാർട്ടികൾ ചർച്ചയാക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടൊരു സംഭവം. ആ സംഭവത്തെ ഒരു വലിയ ബോംബാണ് എന്ന് കരുതിക്കൊണ്ട് ഇന്നലെ പത്രക്കാരോട് പറയുകയും ഇന്ന് രാവിലെ വാർത്തയാക്കുകയും ചെയ്യുമ്പോൾ സ്വയം പരിഹാസ്യനായത് പ്രതിപക്ഷ നേതാവാണ് എന്ന് ഇപ്പോഴെങ്കിലും അദ്ദേഹത്തിന് ബോധ്യമായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ സ്വയം പരിഹാസ്യനാക്കാൻ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ നിന്നുകൊണ്ട് വിഡ്ഢിവേഷം കെട്ടി സ്വയം പരിഹാസ്യനാകാൻ പോലും മടി കാണിക്കാത്ത രീതിയിൽ എന്തിനാണ് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങനെ ചേർത്ത് നിർത്തുന്നത്, ഇങ്ങനെ സംരക്ഷിച്ചു നിർത്തുന്നത് എന്ന ചോദ്യമാണ് കേരളത്തിൽ ഉയരുന്നത്. ഈ ചോദ്യം ഞങ്ങൾ മാത്രം ഉയർത്തുന്ന ചോദ്യമല്ല. ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ചോദ്യമാണ്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകന്മാരുടെയും ചോദ്യമാണ്. KPCC പ്രസിഡന്റിനില്ലാത്ത വേവലാതി, മുൻ KPCC പ്രസിഡന്റുമാർക്ക് ആർക്കുമില്ലാത്ത വേവലാതി, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട ആളുകൾക്കൊന്നുമില്ലാത്ത വേവലാതി, യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളോ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർക്കോ ഒന്നുമില്ലാത്ത വേവലാതി എന്തിനാണ് വി ഡി സതീശന് മാത്രം? അവരാരും രാഹുൽ മാങ്കൂട്ടത്തിനെ ചേർത്തുപിടിക്കാൻ തയ്യാറായതായി നമ്മളാരും കാണുന്നില്ല. കാരണം അങ്ങനെ ചേർത്തുപിടിക്കാൻ കഴിയുന്ന ഒരു കുറ്റകൃത്യമല്ല അദ്ദേഹത്തിനായിട്ട് ആരോപിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ആർക്കും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ കഴിയില്ല. സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കും മനുഷ്യത്വമുള്ള ഒരാൾക്കും അയാളെ സംരക്ഷിക്കാൻ വേണ്ടി കഴിയില്ല.
അയാളെ ചേർത്ത് നിർത്താനും കഴിയില്ല, അയാളെ ന്യായീകരിക്കാനും കഴിയില്ല. അതുകൊണ്ടാണ് ഒരുപക്ഷെ കോൺഗ്രസിന്റെ നേതാക്കന്മാരോ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരോ ഒന്നും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പരസ്യമായിട്ട് പോലും രംഗത്ത് വരാത്തത്. അതിന് കഴിയാത്തത് കൊണ്ടാണ്. അങ്ങനെ അവർക്കാർക്കും കഴിയാത്തൊരു കാര്യം, അവർക്കാർക്കും ഒരു വേവലാതി ഇല്ലാത്ത കാര്യം, അവർക്കാർക്കും ഒരു പ്രശ്നമില്ലാത്ത കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന് മാത്രം എന്താണ് വേവലാതി? ഇതിന് അദ്ദേഹം ഉത്തരം പറയണം. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് വി.ഡി. സതീശൻ തുറത്തു പറയണം. അങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടോ? എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മാനറിസങ്ങൾ കാണുമ്പോൾ, അദ്ദേഹത്തിന്റെ വേവലാതി കാണുമ്പോൾ നമുക്ക് സംശയം തോന്നുകയാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇങ്ങനെ സഹായിക്കേണ്ട ആവശ്യമില്ലല്ലോ. കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയെന്നാണ് പറയുന്നത്. കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയിട്ടുള്ള ഒരാളെ എന്തിനാണ് പാലക്കാട് ജനങ്ങൾ തലയിലേറ്റേണ്ടത്? ഞങ്ങളുടെ ചോദ്യം അതാണ്. ഈ ആരോപണം ഞങ്ങളാരും ഉന്നയിച്ചിട്ടുള്ള ആരോപണമല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണം രാഷ്ട്രീയ ആരോപണമല്ല. അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇരകളായിട്ടുള്ള പെൺകുട്ടികൾ മുന്നോട്ട് വന്ന് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ കേൾക്കുന്നത് അവരുടെ ശബ്ദമാണ്, നമ്മൾ കാണുന്നത് അവർ അയച്ചിട്ടുള്ള മെസ്സേജുകളാണ്. അതിനപ്പുറത്തേക്ക് നമുക്കുമൊന്നും അറിയില്ല. പക്ഷെ അത് ഇതുവരെ നിഷേധിക്കപ്പെട്ടിട്ടില്ല. ഈ ശബ്ദം എന്റേതല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ല. ഈ മെസ്സേജ് ഒന്നും ഞാനല്ല അയച്ചത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ല. അത് പറയാത്തിടത്തോളം കാലം അത് സത്യമാണെന്നല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത്. അത് പ്രാഥമികമായിട്ട് അതിൽ വസ്തുതയുണ്ട് എന്ന് ബോധ്യമുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റുന്നത്. ഇതെല്ലാം ഫേക്ക് ആണെങ്കിൽ, ഇതെല്ലാം വ്യാജമാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റുന്നതിന്റെ ആവശ്യമില്ല. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗങ്ങൾ സസ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കേവലം ഒരു ആരോപണം മാത്രമാണെങ്കിൽ സസ്പെൻഡ് ചെയ്യേണ്ടതില്ലല്ലോ. അപ്പൊ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ വസ്തുതകളുണ്ട് എന്ന് വി.ഡി. സതീശന് അറിയാം, കെ.പി.സി.സിക്ക് അറിയാം, എ.ഐ.സി.സി നേതൃത്വത്തിന് അറിയാം. അങ്ങനെ വസ്തുതകളുണ്ട് എന്ന് അവർക്ക് ബോധ്യമായുള്ള കാര്യത്തിൽ എന്തുകൊണ്ടാണ് എം.എൽ.എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് അവരെത്തുന്നത്? അല്ലെങ്കിൽ വി.ഡി. സതീശനും കോൺഗ്രസ് നേതൃത്വവും പറയട്ടെ, ഞങ്ങൾ രാജിവെക്കാൻ വേണ്ടി പറഞ്ഞു, അദ്ദേഹം തയ്യാറാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയട്ടെ. അത് പറയുന്നില്ലല്ലോ. രാജിവെക്കേണ്ടതില്ല എന്ന നിലപാട് എന്തുകൊണ്ടെടുക്കുന്നു? അപ്പൊ ഈ അന്തരീക്ഷമെല്ലാം കഴിഞ്ഞാൽ, ഈ തീയും പുകയും എല്ലാം കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും തിരിച്ചെടുത്തുകൊണ്ട് ആളുകളുടെ കണ്ണടപ്പിക്കാം, വായടപ്പിക്കാം എന്നാണോ കോൺഗ്രസ് നേതൃത്വം വിചാരിക്കുന്നത്? അതുകൊണ്ട് ഞങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണം വളരെ കൃത്യമാണ്. ഉന്നയിച്ചിട്ടുള്ള ആരോപണം, ഞങ്ങളുടെ ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം. കോൺഗ്രസ് പുറത്താക്കുകയും പുറത്താക്കപ്പെടാതിരിക്കുകയൊക്കെ ചെയ്യുന്ന അവരുടെ ആഭ്യന്തര കാര്യമാണ്. ഞങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പുറത്താക്കിയാലും കുഴപ്പമില്ല, പുറത്താക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പാലക്കാട് ജനങ്ങളോട് നീതി കാണിക്കണം. ഇങ്ങനെയുള്ള ഒരു എം.എൽ.എയെ ചുമക്കാൻ പാലക്കാട് ജനങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം. രാജിവെക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടണം. അല്ലാതെ അയാളെ സംരക്ഷിക്കുന്ന നിലപാട് പ്രതിപക്ഷ നേതാവ് അവസാനിപ്പിക്കണം. ഇനിയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിക്കാനുള്ള വ്യഗ്രതയിൽ സ്വയം വിഡ്ഢിയാകുന്ന ഇത്തരം അപഹാസ്യമായിട്ടുള്ള നാടകങ്ങൾ അവസാനിപ്പിക്കാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തയ്യാറാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇമാതിരി ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കരുത്. ഞങ്ങൾ ഈ പ്രക്ഷോഭമായി മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലെ ചേർത്ത് നിർത്തി ഇതെല്ലാം തേച്ചുവെച്ച് കളയാമെന്ന് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതൃത്വം വിചാരിക്കുന്നുണ്ടെങ്കിൽ നടക്കാൻ വേണ്ടി പോകുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കേരളം മുഴുവനും വലിയ പ്രക്ഷോഭത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. പാലക്കാട് എം.എൽ.എ ഓഫീസിലേക്ക് ഞങ്ങൾ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. മഹിളാ മോർച്ചയുടെയും യുവമോർച്ചയുടെയും നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ വലിയ പ്രക്ഷോഭത്തിനാണ് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതെങ്ങനെയാണ് ക്ലോസ് ചാപ്റ്റർ ആവുന്നത്? അദ്ദേഹം ഇപ്പോഴും എം.എൽ.എ തുടരുകയല്ലേ. ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണം, ചെറിയ ആരോപണമല്ലല്ലോ, ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കപ്പെട്ട വ്യക്തി എം.എൽ.എ ആയിട്ട് തുടരുമ്പോൾ അദ്ദേഹം ഈ ക്ലോസ് ചാപ്റ്റർ എങ്ങനെയാണ് ആവുന്നത്? വി.ഡി. സതീശന്റെ ക്ലോസ് ചാപ്റ്റർ ആയിരിക്കാം, കേരളത്തിലെ ജനങ്ങൾക്ക് ക്ലോസ് ചാപ്റ്റർ അല്ല. പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവരാൻ ഇനി എന്തായാലും പാലക്കാട്ടെ ജനങ്ങൾ അനുവദിക്കാൻ വേണ്ടി പോകുന്നില്ല.
നേരത്തെയും വന്ന പരാതികളാണ്. അത് കോടതിയിൽ പോലീസ് പരാതി കൊടുത്തു. നമുക്കൊരു പരാതി കിട്ടുമ്പോൾ നേരത്തെ വന്നിട്ടുള്ള പരാതിയാണ്. ആ പരാതി പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരാതിയാണ്. പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരാതിയിൽ സ്വാഭാവികമായിട്ടും അന്വേഷണം പൂർത്തിയാക്കാനാണല്ലോ കാത്തിരിക്കുക. അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ വന്നു. കോടതി വിചാരണ പൂർത്തിയാക്കി ആ പരാതി തള്ളിക്കളഞ്ഞു. തെളിവില്ലാതെ പറഞ്ഞ് തള്ളിക്കളഞ്ഞു. പിന്നെ മിനിയാന്ന് രാത്രിയാണ് ഒരു പരാതി വീണ്ടും വരുന്നത്. സെയിം പരാതി, ഒരു വ്യത്യാസമില്ല. ആ പരാതി വരുന്നു. ഇന്നലെ രാത്രി ഒരു പരാതി വരുന്നു. ഇന്ന് രാവിലെ പത്രത്തിലും മീഡിയയിലും വരുന്നു. അതാണ് ഉണ്ടായിട്ടുള്ളത്. അത് കോടതി വിചാരണ പൂർത്തിയാക്കി തള്ളിക്കളഞ്ഞൊരു കേസ് വീണ്ടും പിടിതട്ടിയെടുത്തിരിക്കുകയാണ്. അതിന്റെ പുറകിൽ എന്താണ് മോട്ടീവ് എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയല്ല. ഞാൻ മനസ്സിലാക്കിയത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുള്ള പരാതിയിൽ, രണ്ടാമത്തെ പരാതിയിൽ ഈ കാര്യം പറയുന്നുണ്ട്. അതും പോലീസ് അന്വേഷിച്ചിട്ടുണ്ട്. അങ്ങനെ ആ വിഷയം രണ്ടാമത്തെ കാര്യം ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. ഇനി സപ്പോസ് നിങ്ങൾ പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം രണ്ടാമത്തെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ബാക്കിയെല്ലാം ഉണ്ടാകുന്നത്. സിവിൽ കേസുമായി ബന്ധപ്പെട്ടാണ് ബാക്കിയെല്ലാം ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ വിചാരണ വേളയിൽ എപ്പോഴെങ്കിലും ആ സഹോദരി പറയണ്ടേ, എപ്പോഴെങ്കിലും പറയണ്ടേ ഇങ്ങനൊരു വിഷയം കൂടിയുണ്ട്, എന്നെ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. ആരായാലും അതൊരു കോമൺ ലോജിക്കല്ലേ. ആരായാലും പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് പോലീസ് അന്വേഷിച്ചു തള്ളിക്കളഞ്ഞ കേസാണ്. തള്ളിക്കളഞ്ഞ ശേഷം അങ്ങനെയാണെങ്കിൽ അപ്പീൽ പോകേണ്ടതായിരുന്നു. ഈ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും അപ്പീൽ പോകാമായിരുന്നു. ഇത് കോടതി കേട്ടില്ല എന്ന് പറയായിരുന്നു. കോടതി കേട്ടില്ലെന്ന് പറയാൻ സാധിക്കാത്തത് കോടതിയിൽ വക്കീൽ ഈ കാര്യം പറഞ്ഞിട്ടില്ല, അവരുടെ വക്കീൽ പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പരാതിയാണെങ്കിൽ ആ പരാതിയാണ് പോലീസ് അന്വേഷിച്ചത്. പോലീസിന് തെളിവുണ്ടാവില്ല, പോലീസ് തെളിവ് കൊടുക്കണം. രണ്ടും ഒരുമിച്ചാണ് പരാതി, സെയിം ആണ്. പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് അന്വേഷിച്ചു ക്ലോസ് ചെയ്താണല്ലോ. 2023 വിധി വന്നു, കോടതി തള്ളിക്കളഞ്ഞു. അതിനുശേഷം ഇപ്പൊ 2 വർഷമായി അപ്പീൽ പോയിട്ടൊന്നുമില്ല. ഇനി അപ്പീൽ പോകുന്നുള്ള അവർ അപ്പീൽ പോകണം. പോലീസ് അന്വേഷിച്ചിട്ടില്ല എന്നാണ് അവർക്ക് പരാതിയെങ്കിൽ അപ്പീൽ പോകണം. കോടതിയിൽ ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ല എന്നാണ് പരാതി പോകണം. ഞാൻ ചെയ്ത് കോടതിയിലും പോലീസ് സ്റ്റേഷനിലും കൊടുത്തിട്ടുള്ള പരാതിയും തർക്കവുമാണ്. ആ തർക്കം കോടതി തീർത്തു. ഇനി ആ കോടതി തീർത്തതിൽ പരാതി ഉണ്ടാവാം. കോടതി തീർത്തതിൽ ഉണ്ടെങ്കിൽ അപ്പീൽ പോവുകയാണ് വേണ്ടത്. അത് മാത്രമല്ല, ഈ പ്രധാനപ്പെട്ട പ്രശ്നം ഇതേ വിഷയം നിങ്ങളിപ്പോ പരാതി കൊടുത്തില്ല എന്ന് പറഞ്ഞില്ലല്ലോ. 2020 മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം പുറത്തു വന്നിട്ടുള്ളതാണല്ലോ. അത് വലിയ വാർത്ത ഏതാണല്ലോ ഈ കാര്യം തന്നെ. ഇപ്പൊ ഒരു പുതിയ സംഭവമൊന്നുമില്ല. ആരും അത് മുഖവിലക്കെടുത്തില്ലല്ലോ. കാരണം അന്ന് കോടതിയിലാണ് കേസ്. ആരും മുഖവിലക്കെടുത്തില്ല. പോലീസ് കൊടുത്ത റിപ്പോർട്ടുണ്ട്. അല്ല, പരാതി പരിശോധിക്കട്ടെ, അത് വേറെ കാര്യം. അത് സംസ്ഥാന പ്രസിഡന്റിന് കിട്ടുന്ന ഒരു പരാതിയാണല്ലോ. അത് ഞങ്ങൾ പരിശോധിക്കും, സ്വാഭാവികമായിട്ട് പരിശോധിക്കുമല്ലോ. പക്ഷെ അത് ആദ്യത്തെ പരാതിയല്ല, നേരത്തെ പ്രസിഡന്റുമാർക്ക് വന്ന പരാതിയാണ്. പോലീസ് സ്റ്റേഷൻ കൊടുത്ത പരാതിയാണ്. കോടതിയിൽ കേസ് നടത്തി തള്ളിയ കേസാണ്. അതാ ഞാൻ പറഞ്ഞൊരു ഈ ആവേശം കാണിക്കുമ്പോൾ കുറച്ചൊക്കെ പക്വതയോടുകൂടി കാര്യങ്ങൾ ചെയ്യണ്ടേ. BJPക്കെതിരായിട്ടൊരു ആരോപണം വേണം എന്ന് കേൾക്കുമ്പോൾ ആരെങ്കിലും പറഞ്ഞത് കൊടുത്തത് കേട്ടിട്ട് VD സതീശൻ പറയുന്നത്. അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവിന്റെ കസേരയിരിക്കുന്ന ആളാണ്. കേരളത്തിലെ മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ്. അനുഭവമുള്ള ഒരാളാണ്. ആരെങ്കിലും ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞാൽ ചാടിക്കയറി ആ പരാതിയായിട്ട് വരിക. അതിന്റെ പരാതിയുടെ കാമ്പെന്തെന്ന് അന്വേഷിക്കണ്ടേ. എന്തിനാണ് ഇങ്ങനെ സ്വയം പരിഹാസനാകുന്ന പ്രതിപക്ഷ നേതാവ്? എന്നിട്ട് ബോംബാണെന്ന് പറയുകയും ചെയ്യുക. രാഹുൽ ഗാന്ധി ഇത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ബോംബാന്ന് പറഞ്ഞ് പൊട്ടിയത് ചീറ്റിപ്പോയി. രാഹുൽ ഗാന്ധിക്ക് പറ്റിയ ശിഷ്യനാണ് VD സതീശൻ. ഇവർക്കൊന്നും ബോംബ് എന്താണെന്ന് അറിയില്ലേ. എന്ത് ബോംബ്? എനിക്കിത് പൊട്ടാസായിട്ട് പോലും തോന്നില്ല. അതുപോലും തോന്നില്ല. പൊട്ടാസിന്റെ ചെറിയ ശബ്ദമെങ്കിലും ഉണ്ടാവും.
അല്ല വന്നോട്ടെ, ആയിക്കോട്ടെ. നമ്മളിപ്പോ ആദ്യം കിട്ടുന്നതാണല്ലോ, അല്ല ഇന്നലെ ബോംബ് പൊട്ടിക്കും എന്ന് പറഞ്ഞ ശേഷം ആദ്യം പൊട്ടിയതാണ്. ഇതിന്റെ സ്ഥിതിയെ ഇങ്ങനെയാണെങ്കിൽ ഇനി പൊട്ടാൻ പോകുന്ന സ്ഥിതി എന്തായിരിക്കും? അതുകൊണ്ട് വി ഡി സതീശൻ കുറച്ച് ഗൃഹപാഠമൊക്കെ ചെയ്യുന്നതാണ്. ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടത്, ഞാൻ വി ഡി സതീശനെ കുറ്റപ്പെടുന്നില്ല, ആരുടെയൊക്കെ ഉപദേശത്തിനനുസരിച്ചാണ് വി ഡി സതീശൻ പ്രവർത്തിക്കുന്നത്. ആ ഉപദേശികളൊന്നും വി ഡി സതീശന് ഗുണകരമല്ല, വാരിക്കുഴിയിലേക്ക് ചാടിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഒന്ന് ഗൃഹപാഠം ചെയ്യുന്നത് വി ഡി സതീശൻ ഗൃഹപാഠം ചെയ്യുന്നത് നല്ലതാണ്. കാരണം അദ്ദേഹം ഇരിക്കുന്ന കസേര അങ്ങനത്തെ കസേരയാണ്. ഒരു പരാതിയും ഞങ്ങളറിവില്ല. എന്റെ അറിവിൽ അങ്ങനെ സംസ്ഥാന നേതൃത്വത്തിന് പരാതി വന്നിട്ട് അറിയില്ല. കാരണം അന്നത്തെ പ്രസിഡന്റുമാർക്ക് വരുന്ന പരാതി നമ്മൾ അറിയണം നിർബന്ധമൊന്നുമില്ല. എന്റെ അറിവിൽ അങ്ങനെ ചർച്ചയൊന്നും ആയിട്ടില്ല. ഇല്ല. ഇത് കാരണം ഇതൊരു പോലീസ് കേസായിരുന്നു, ഇത് സിവിൽ കേസാണ്, അതൊരു കുടുംബ പ്രശ്നമാണ്. ഞാൻ പറയുന്നത് ഒരാളുടെ കുടുംബ പ്രശ്നം, ആ കുടുംബ പ്രശ്നത്തിലെ തർക്കങ്ങളും വിതർക്കങ്ങളും ഒക്കെ ആണോ ഒരു രാഷ്ട്രീയ ചർച്ചയായിട്ട് മാറേണ്ടത്? സിവിൽ കേസുകൾ ധാരാളം ഉണ്ടാകും, സ്വത്ത് ഓഹരി വെക്കുന്ന തർക്കങ്ങൾ ഉണ്ടാകും, അതൊക്കെ കുടുംബ പ്രശ്നമാണ്. ആ കുടുംബ പ്രശ്നങ്ങളിൽ ഓരോ ആൾക്കാർക്കും ഉണ്ടാകും. അതൊക്കെയാണോ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടി ഒരു പ്രധാനപ്പെട്ട വിഷയം ഉന്നയിച്ചത്? രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം കുടുംബ പ്രശ്നമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഞങ്ങൾ ആരും ഉന്നയിച്ചിട്ടുള്ളതല്ല. നിങ്ങളെപ്പോലെ തന്നെ നമ്മളും അത്ഭുതത്തോടു കൂടിയാണ് ഈ വാർത്തകളെല്ലാം കേട്ടിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ നമുക്ക് പോലും ഇതൊന്നും വിശ്വസിക്കാൻ തോന്നിയിട്ടില്ല. പക്ഷെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്ന സമയത്ത് നമ്മൾ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതൊരു രാഷ്ട്രീയ ആരോപണമായിട്ട് തന്നെയാണ് എടുക്കുന്നത്. പക്ഷേ വി ഡി സതീശന്റെ പറച്ചിൽ കേട്ടാൽ വിചാരിക്കും അത് ബി ജെ പിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ച ആരോപണം. ഞങ്ങൾ ആരും ഉന്നയിച്ചിട്ടില്ല. ഈ ആരോപണം ഉന്നയിച്ച ആളുകളൊക്കെ അവരെ സ്വന്തക്കാരായിട്ടുള്ള ആളുകളാണ്, ഞങ്ങളുടെ ആരുമല്ലല്ലോ. അപ്പൊ അതിൽ എന്തിനാ, അതാ ഞാൻ ചോദിക്കുന്നത്. അത്തരം ഒരു ആരോപണം വരുമ്പോൾ, അത്തരം പ്രശ്നം വരുമ്പോൾ അതിനെ മനുഷ്യത്വപരമായിട്ട് കാണണം. മനുഷ്യത്വപരമായിട്ട് കണ്ടാൽ രാഹുൽ മാങ്കൂട്ടത്തിലെ കൂടെ നിൽക്കാൻ ആർക്കും സാധിക്കില്ല. അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത്, കോൺഗ്രസ് നേതൃത്വം ആദ്യം ചെയ്യേണ്ടത്, അദ്ദേഹത്തോട് MLA സ്ഥാനം രാജിവെക്കാൻ പറയണമായിരുന്നു. അതല്ലേ ഒരു സാമാന്യ മര്യാദ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി എങ്ങനെ പാലക്കാട് പോവുക? പാലക്കാട്ടെ സ്ത്രീകൾ കുറ്റിച്ചൂലുമായിട്ട് കാത്തിരിക്കുന്നുണ്ട്, എങ്ങനെ പോവുക? അതിൽ രാഷ്ട്രീയമൊന്നുമില്ലല്ലോ, അതിലെന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ? അപ്പൊ അത് മനസ്സിലാക്കാനാണ് വി ഡി സതീശൻ തയ്യാറാകേണ്ടത്. ഹൃദയവേദന എനിക്ക് ഇന്നലെ കേട്ടിട്ട് അത്ഭുതം തോന്നിപ്പോയി. രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കിയത് ഹൃദയവേദനയോട് കൂടിയിട്ടാണ്. എന്തിനാ വി ഡി സതീശൻ ഇത്ര ഹൃദയവേദന? അപ്പൊ അതിനെക്കുറിച്ച് അദ്ദേഹം സ്വയം ആലോചിക്കട്ടെ. ഞങ്ങൾ ബോംബ് പൊട്ടിക്കുന്ന പാർട്ടികളല്ല, നമ്മൾ പാവങ്ങൾ. എനിക്കറിയില്ല, ഞാൻ അദ്ദേഹത്തെ അത്തരം കുടുംബ പ്രശ്നങ്ങളിലേക്ക് ഞാൻ പോകാറില്ല, എനിക്കറിയില്ല. ഞാനൊരു വീട്ടിന്റെ അകത്ത് എന്താ നടക്കുന്നത്, അച്ഛൻ എന്താ പറയുന്നത്, അമ്മ എന്താ പറയുന്നത്, അവിടെ സ്വത്ത് തർക്കം, ഇത് അന്വേഷിക്കുന്ന പണി എനിക്കില്ല, എനിക്കതിനെ കുറിച്ച് അറിയില്ല. അല്ല, അങ്ങനെ മുൻവിധിയൊന്നുമില്ല. കാരണം ഈ പരാതി നേരത്തെ വന്ന പരാതിയാണ്. ഞങ്ങൾ പാലക്കാട്ടെ ആളുകൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്തുകൊണ്ടാണ് ഇത് ക്ലിച്ചു പിടിക്കാണ്ട് പോകുന്നത്? ആരും ഏറ്റെടുക്കാത്ത എന്താണ്? ഒരു ആരോപണം ഒരു പ്രാവശ്യം പറഞ്ഞ് ചീറ്റിപ്പോയി പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നില്ല. വി ഡി സതീശൻ അറിയാത്തതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, വി ഡി സതീശൻ പെട്ടുപോയതാണ്. വി ഡി സതീശൻ അത് അറിയില്ലായിരിക്കും. 2020 തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ ചർച്ചയായിരുന്നു. അന്ന് വാർത്താ സമ്മേളനത്തിലൊക്കെ പറഞ്ഞതാണ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ്. വലിയ വാർത്തയായിരുന്നു. അത് പത്രക്കാരന്വേഷിച്ചു, പോലീസ് അന്വേഷിച്ചു, കഴമ്പില്ലാന്ന് ബോധ്യമായോ? ഒരു ദിവസത്തെ ആയുസേ ആ വാർത്തയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. കാരണം അതിലൊരു കഴമ്പുമില്ലാന്ന് പാലക്കാട് പത്രക്കാർക്ക് എല്ലാവർക്കും ബോധ്യമായി. അവരന്വേഷിച്ച് പോകല്ലോ. ഒരു മുനിസിപ്പൽ ഇലക്ഷന്റെ സമയത്ത്, അതും BJP ഭരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയിൽ അന്നത്തെ മുനിസിപ്പൽ വൈസ് ചെയർമാനെതിരായിട്ട് ഒരു ആരോപണം വന്നാൽ അങ്ങനെ കെട്ടടങ്ങില്ലല്ലോ. കൃഷ്ണകുമാറോടല്ലേ ചോദിക്കണ്ടേ? ഞാൻ ആളുകളെ അസുരന്മാരായിട്ടും ദേവന്മാരായിട്ടും ഒന്നും അന്നങ്ങ് വിഭജിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. ഞാൻ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവില്ല. ഇല്ലാണ്ട് വി ഡി സതീശനെ ഈ മാതിരി വിടുതപ്പെടുവോ? എനിക്ക് വി ഡി സതീശനെ കുറിച്ച് അങ്ങനെ അഭിപ്രായമൊന്നുമില്ല കേട്ടോ, അങ്ങനെ അഭിപ്രായമൊന്നുമില്ല.
വി ഡി സതീശനെ അബദ്ധത്തിൽപ്പെടുത്തിയതാണ്. സ്വയം അബദ്ധത്തിൽ പോയി ചാടുന്ന ഒരാളെന്നല്ല വി ഡി സതീശൻ, ആരും അബദ്ധത്തിൽപ്പെടുത്തിയതാണ്. അതുകൊണ്ട് അത്തരം ആളുകളെന്ന് കരുതിയിരിക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് എല്ലാ സ്നേഹ ബഹുമാനം വെച്ച് പറഞ്ഞതാണ്.